ടെൻഎക്സ് ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, സ്കിൽ ബി 10x ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്നത് ഒരു മാറ്റത്തിന്റെ മുനമ്പിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഇന്ന് കേവലമൊരു കൗതുകമല്ല, മറിച്ച് തൊഴിൽ വിപണിയെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റാണ്. റോബോട്ടുകൾ വരുന്നു എന്നത് പഴയ കഥ. അവർ നമ്മുടെ തൊഴിലിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് പുതിയ സത്യം. അടുത്ത 4 വർഷത്തിനുള്ളിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള 20 തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ ജോലി സുരക്ഷിതമാണോ? നമുക്ക് നോക്കാം. 20. ടെക് സപ്പോർട്ട്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നമ്മൾ വിളിക്കുന്ന കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകൾ ഇനി ഓർമ്മയാകും. നിലവിൽ നാം കേൾക്കുന്ന വിരസമായ വോയിസ് മെസ്സേജുകൾക്ക് പകരം മനുഷ്യന്റേതിന് സമാനമായ ശബ്ദവും വികാരവുമുള്ള AI സിസ്റ്റമുകൾ വരുന്നു. ഇവയ്ക്ക് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കാനും സെക്കൻഡുകൾക്കുള്ളിൽ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനും കഴിയും. സാങ്കേതിക വിദ്യയിലെ ഈ കുതിച്ചുചാട്ടം ലക്ഷക്കണക്കിന് BPO ജീവനക്കാരുടെ തൊഴിലിനെയാണ് ബാധിക്കുക. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പോലും AI സ്വയം പരിഹാരം കണ്ടെത്തുന്നതോടെ ഈ മേഖലയിലെ മനുഷ്യ സാന്നിധ്യം പരിമിതപ്പെടും. റീറ്റെയിൽ ചെക്കൌട്ടുകൾ. സൂപ്പർ മാർക്കറ്റുകളിൽ ക്യൂ നിന്ന് ബില്ലടയ്ക്കുന്ന രീതിക്ക് അന്ത്യമാകുന്നു. ആമസോൺ ഗോ പോലുള്ള സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ സ്മാർട്ട് ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ബില്ലിംഗ് നടപ്പിലാക്കി കഴിഞ്ഞു. കടയിലേക്ക് കയറി സാധനങ്ങൾ എടുത്തിറങ്ങുമ്പോൾ തന്നെ പണം വാലറ്റിൽ നിന്ന് കുറയുന്ന സാങ്കേതികവിദ്യ വ്യാപകമാകും. ഇതിലൂടെ കാഷ്യർമാരുടെ സേവനം അനാവശ്യമാവുകയാണ്. ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ഷോപ്പിംഗ് അനുഭവം ലഭിക്കുമ്പോൾ റീറ്റെയിൽ മേഖലയിലെ വലിയൊരു ശതമാനം തൊഴിലവസരങ്ങളാണ് ഇല്ലാതാകുന്നത്. 18. പരിഭാഷകർ. ഭാഷകളുടെ അതിർവരമ്പുകൾ AI തകർക്കുകയാണ്. ലോകത്തെ നൂറുകണക്കിന് ഭാഷകൾ അവയുടെ വ്യാകരണ കൃത്യതയോടെയും ശൈലികളോടെയും അല്ലെങ്കിൽ ഇഡിയംസോടെയും തർജ്ജമ ചെയ്യാൻ ഇന്ന് AIക്ക് കഴിയുന്നുണ്ട്. വെറും വാക്കുകൾ മാറ്റുക എന്നതിലുപരി സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥം നൽകാൻ പുതിയ ലാംഗ്വേജ് മോഡലുകൾക്ക് സാധിക്കുന്നു. ഇതോടെ ഔദ്യോഗിക രേഖകൾ മുതൽ സിനിമകൾ വരെ പരിഭാഷപ്പെടുത്താൻ മനുഷ്യ പരിഭാഷകരെ ആശ്രയിക്കുന്നത് കുറയും. വേഗതയും കുറഞ്ഞ ചെലവുമാണ് കമ്പനികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. കോടിക്കണക്കിന് തൊഴിലാണിതിലൂടെ നഷ്ടമാകുക. ഭയങ്കരം തന്നെയല്ലേ? 17. ഫാക്ടറി ജോലികൾ. ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഫാക്ടറി ജോലികളിൽ സ്മാർട്ട് റോബോട്ടുകൾ ആധിപത്യം സ്ഥാപിക്കും. അസംബ്ലി ലൈനുകളിൽ തെറ്റുകൾ കൂടാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ AI അധിഷ്ഠിത മെഷീനുകൾക്ക് കഴിയും. ഗുണനിലവാരം പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത് മുതൽ പാക്കിംഗ് വരെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആമസോൺ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപകടസാധ്യതയുള്ള തൊഴിലിടങ്ങളിൽ മനുഷ്യരെ മാറ്റുന്നത് ഗുണകരമാണെങ്കിലും സാധാരണക്കാരായ തൊഴിലാളികളുടെ വരുമാനമാർഗം ഇത് വലിയ തോതിൽ ഇല്ലാതാക്കും. 16. ഡെലിവറി പേഴ്സൺ. നിങ്ങളുടെ ഭക്ഷണവും സാധനങ്ങളും ഇനി വീട്ടിലെത്തിക്കുന്നത് ഒരു മനുഷ്യനായിരിക്കില്ല, മറിച്ച് ഡ്രോണുകളോ ചെറിയ റോബോട്ടുകളോ ആയിരിക്കും. ട്രാഫിക് തടസ്സങ്ങളില്ലാതെയും കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിക്കാൻ ഡ്രോൺ ഡെലിവറിക്ക് സാധിക്കും. ആമസോൺ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികൾ ഇതിനോടകം തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. 4 വർഷത്തിനുള്ളിൽ പ്രധാന നഗരങ്ങളിലെങ്കിലും ഡെലിവറി ബോയ്സിനെ കാണുന്നത് ഒരു അപൂർവ കാഴ്ചയായി മാറും. ഡ്രോണുകളിലൂടെ ഫുഡ് ഡെലിവറി ദുബായ് പോലുള്ള നഗരങ്ങളിൽ വന്നുകഴിഞ്ഞു. 15. ഫുഡ് ഓർഡറിംഗ്. റെസ്റ്റോറന്റുകളിൽ ഓർഡറുകൾ എടുക്കുന്ന രീതി പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടും. ഫോണിലൂടെയോ ഡ്രൈവ് ത്രൂയിലൂടെയോ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറുപടി പറയുന്നത് ഒരു AI ആയിരിക്കും. നിങ്ങളുടെ മുൻഗണനകൾ മനസ്സിലാക്കി മികച്ച കോംബോകൾ നിർദ്ദേശിക്കാനും ഈ സിസ്റ്റത്തിന് കഴിയും. ഇതിലൂടെ മനുഷ്യസഹജമായ പിഴവുകൾ ഒഴിവാക്കാനും സമയം ലാഭിക്കാനും റെസ്റ്റോറന്റുകൾക്ക് സാധിക്കുന്നു. 14. വെയിറ്റർ. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പാൻ പൂച്ചകളുടെയോ മറ്റോ രൂപത്തിലുള്ള റോബോട്ടുകൾ അല്ലെങ്കിൽ സോഷ്യൽ റോബോട്ടുകൾ എത്തുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്.
ഇവയ്ക്ക് മാർഗതടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ മേശയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയും. ലേബർ കോസ്റ്റ് കുറയ്ക്കാനും കൗതുകം വർദ്ധിപ്പിക്കാനും ഉടമകൾ ഇത്തരം റോബോട്ടുകളെ തിരഞ്ഞെടുക്കുന്നു. വലിയ ഹോട്ടലുകളിലെ സാധാരണ സർവീസ് ജോലികളെ ഇത് സാരമായി ബാധിക്കും. 13. സ്പോർട്സ് അനൗൺസർ. കളിക്കളത്തിലെ ഓരോ ചലനവും തത്സമയം വിശകലനം ചെയ്ത് കമന്ററി പറയാൻ AI തയ്യാറായി കഴിഞ്ഞു. ഗാലറിയിലെ ആരവത്തിനൊപ്പം ആവേശം പകർന്ന് സംസാരിക്കാൻ പ്രശസ്ത കമന്റേറ്റർമാരുടെ ശബ്ദം ക്ലോൺ ചെയ്തുപയോഗിക്കാൻ സാധിക്കും. കൃത്യമായ ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും സെക്കൻഡുകൾക്കുള്ളിൽ അവതരിപ്പിക്കാൻ കമ്പ്യൂട്ടറിന് കഴിയുമെന്നത് അനൗൺസർമാരുടെ പ്രസക്തി കുറയ്ക്കുന്നു. 12. റഫറി. കളിക്കളത്തിലെ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ AI അധിഷ്ഠിത ക്യാമറകൾക്ക് മില്ലിമീറ്റർ വ്യത്യാസത്തിൽ പോലും ഓഫ് സൈഡും ഔട്ടും കണ്ടെത്താൻ കഴിയും. വൈകാരികമായ തീരുമാനങ്ങൾക്കപ്പുറം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായ വിധി നൽകാൻ AI റഫറികൾക്ക് സാധിക്കും. ഇത് കളിയുടെ കൃത്യത വർദ്ധിപ്പിക്കുമെങ്കിലും മനുഷ്യസഹജമായ ആവേശം കുറച്ചേക്കാം. ക്രിക്കറ്റ് കളിയിലെ തേർഡ് എംപയർ പലപ്പോഴും നമ്മുടെ ആവേശം കളയാറില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. 11. റിസപ്ഷനിസ്റ്റ്. ഓഫീസുകളിലും ആശുപത്രികളിലും നിങ്ങളെ സ്വീകരിക്കാൻ ഇനി ഡിജിറ്റൽ സ്ക്രീനുകളോ ഹോളോഗ്രാം രൂപങ്ങളോ ഉണ്ടാകും. ഡേറ്റാബേസുമായി നേരിട്ട് ബന്ധിപ്പിച്ച ഇത്തരം സിസ്റ്റങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഉടൻ ശേഖരിക്കാനും അപ്പോയിന്റ്മെന്റുകൾ നൽകാനും കഴിയും. ഫയലുകൾ നോക്കി സമയം കളയാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗ്ലാഡിസ് പോലുള്ള സിസ്റ്റങ്ങൾ ഈ മേഖലയെ നയിക്കും. അക്കൗണ്ടിംഗ്. സങ്കീർണമായ കണക്കുകൾ കൂട്ടാനും ബാലൻസ് ഷീറ്റുകൾ തയ്യാറാക്കാനും മനുഷ്യനേക്കാൾ വേഗത്തിൽ AI സിസ്റ്റമുകൾക്ക് സാധിക്കും. ഒരു വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും വിശകലനം ചെയ്ത് നിമിഷനേരം കൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ അൽഗോരിതങ്ങൾക്ക് കഴിയും. ഇതോടെ ജൂനിയർ ലെവൽ അക്കൗണ്ടന്റ്മാരുടെ ആവശ്യകത വലിയ തോതിൽ കുറയും. തട്ടിപ്പുകൾ കണ്ടെത്താനും AI മിടുക്കനാണ്. 9. ടാക്സ് പ്രിപ്പറേഷൻ. നികുതി അടയ്ക്കുന്നത് പലർക്കും പേടി സ്വപ്നമാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക രേഖകൾ വിശകലനം ചെയ്ത് ഏറ്റവും ലാഭകരമായ രീതിയിൽ നികുതി കണക്കാക്കാൻ AI സോഫ്റ്റ്വെയറുകൾക്ക് സാധിക്കും. വ്യക്തിഗത കൺസൾട്ടന്റുമാരെ കാണുന്നതിനു പകരം സ്മാർട്ട് ചാറ്റ്ബോട്ടുകൾ വഴി ആളുകൾ ടാക്സ് ഫയൽ ചെയ്യുന്ന കാലമാണിനി വരാൻ പോകുന്നത്. 8. ട്രക്ക് ഡ്രൈവർമാർ. ഹൈവേകളിലൂടെ ദീർഘദൂര യാത്ര നടത്തുന്ന ട്രക്കുകൾ ഉടൻ തന്നെ സ്വയം ഓടിക്കപ്പെടും. വിശ്രമമില്ലാതെ ഉറക്കം തൂങ്ങാതെ കൃത്യമായ വേഗതയിൽ ഇവ ലക്ഷ്യസ്ഥാനത്തെത്തും. ലോജിസ്റ്റിക്സ് മേഖലയിലെ ചെലവ് പകുതിയായി കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഡ്രൈവർമാരുടെ വലിയൊരു തൊഴിൽ സേനയാണ് ഇതോടെ ഭീഷണിയിലാകുന്നത്. ഗൂഗിൾ കാർ ഓർമ്മയില്ലേ? ഓഫീസ് ജോലികൾ. ഡേറ്റ എൻട്രി, റിപ്പോർട്ട് തയ്യാറാക്കൽ, ഇമെയിൽ മാനേജ്മെന്റ് തുടങ്ങിയ വിരസമായ ഓഫീസ് ജോലികൾ AI ഏറ്റെടുക്കും. ഒരു വലിയ ടീം ചെയ്തിരുന്ന ജോലി ഇനി ഒരു AI ടൂളിന്റെ സഹായത്തോടെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് കാര്യക്ഷമത വർദ്ധിക്കുമ്പോൾ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും. 6. ആനിമേഷൻ. ആനിമേഷൻ രംഗത്ത് മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ ഇനി ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാം. ക്യാരക്ടർ ഡിസൈനും പശ്ചാത്തലവും തയ്യാറാക്കാൻ AI ടൂളുകൾ ആനിമേറ്റർമാരെ സഹായിക്കും. ഇത് വലിയ പ്രൊഡക്ഷൻ ചെലവ് കുറയ്ക്കുമെങ്കിലും ഈ രംഗത്തെ തുടക്കക്കാരായ കലാകാരന്മാർക്ക് വലിയ വെല്ലുവിളിയാകും. 5. വോയിസ് ആക്ടിംഗ്. മനുഷ്യന്റെ ശബ്ദം അതേപടി അനുകരിക്കാൻ AIക്ക് സാധിക്കും. അന്തരിച്ച താരങ്ങളുടെ ശബ്ദം പോലും സിനിമകളിലും പരസ്യങ്ങളിലും പുനർസൃഷ്ടിക്കാം. ഡബ്ബിംഗ് കലാകാരന്മാർക്ക് ഇത് വലിയ ഭീഷണിയാണ്. ഒരേ ശബ്ദം തന്നെ വിവിധ ഭാഷകളിൽ സ്വാഭാവികമായി മാറ്റാൻ കഴിയുന്ന സാങ്കേതികവിദ്യ വിപ്ലവകരമാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്റെ ശബ്ദം ക്ലോൺ ചെയ്യുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച വാർത്ത കേട്ടില്ലേ? 4. സ്റ്റെല്ലി മാർക്കറ്റർമാർ. നിങ്ങളെ ഫോണിൽ വിളിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവർ ഇനി AI റോബോട്ടുകളായിരിക്കും. നിങ്ങളുടെ സംസാര രീതി മനസ്സിലാക്കി മറുപടി പറയാൻ ഇവയ്ക്ക് കഴിയും. സ്കാമർമാർ പോലും ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്ത ആളുകളെ ചതിക്കാൻ സാധ്യതയുണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 3. ചരിത്രകാരന്മാർ.
കോടിക്കണക്കിന് പുസ്തകങ്ങളും രേഖകളും നിമിഷനേരം കൊണ്ട് വായിച്ചു തീർക്കാൻ എഐക്ക് കഴിയും. വിവിധ കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും പുതിയ നിഗമനങ്ങളിലെത്താനും എഐ ഗവേഷകരെ സഹായിക്കും. വലിയ ഗ്രന്ഥാലയങ്ങൾ പരിശോധിക്കുന്ന ബുദ്ധിമുട്ട് ഇതോടെ ഇല്ലാതാകും. 2. മെഡിക്കൽ റിസർച്ചർ. പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നത് വർഷങ്ങൾ നീളുന്ന പ്രക്രിയയാണ്. എന്നാൽ എഐ ലക്ഷക്കണക്കിന് മോളിക്യൂളുകൾ പരിശോധിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു. ഇത് ശാസ്ത്രലോകത്തിന് വലിയ അനുഗ്രഹമാണെങ്കിലും പരമ്പരാഗത ലാബ് അസിസ്റ്റന്റ്മാരുടെ പങ്ക് കുറയ്ക്കും. 1. എഴുത്തുകാർ. ബ്ലോഗുകൾ, വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എഴുതാൻ ഇന്ന് മനുഷ്യരുടെ ആവശ്യമില്ലാത്ത അവസ്ഥയാണ്. എഐ തയ്യാറാക്കുന്ന ലേഖനങ്ങൾ വ്യാകരണ പിഴവുകളില്ലാത്തതും വിവരങ്ങൾ നിറഞ്ഞതുമാണ്. സർഗാത്മക എഴുത്തിന് മനുഷ്യർ വേണമെങ്കിലും വിപണിയിലെ ഭൂരിഭാഗം രചനകളും എഐ ഏറ്റെടുക്കും. സുഹൃത്തുക്കളെ, ഈ മാറ്റങ്ങൾ കേട്ട് ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് മാറുന്ന ലോകത്തിനൊപ്പം നമ്മുടെ നൈപുണികളും വർദ്ധിപ്പിക്കുകയാണ്. എഐക്ക് ചെയ്യാൻ കഴിയാത്ത സർഗാത്മകതയും വിവേകവും വികസിപ്പിക്കുക. സ്കിൽ ബി 10x ഡിജിറ്റൽ സ്കൂൾ നിങ്ങളെ സഹായിക്കുന്നത് ഇത്തരം പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.